അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വചനഭാഗത്ത് അതിനകത്ത് സ്വർഗത്തിലും ഭൂമിയിലും വെള്ളത്തിലും ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ രൂപമോ നിങ്ങൾ ഉണ്ടാക്കരുത്. ഒന്നാമത്തെ കാര്യം ഉണ്ടാക്കരുത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആരാധിക്കരുത്. 3 നിങ്ങൾ വണങ്ങരുത്. ഇത് പറയുന്നത് ദൈവം കൽപ്പന കൊടുത്തിട്ടാണ്. ദൈവകൽപ്പനയാണ്. നമ്മൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിനെ ഉണ്ടാക്കരുത്. 1 ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ അതിനെ ആരാധിക്കരുത്. ഇത് ചെയ്യുന്ന ആരാന്നറിയാമോ? ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവരായെന്ന പേരുള്ള നാമധേയ ക്രിസ്ത്യാനികളായ മനുഷ്യരാണ്. കർത്താവ് യേശുവിൻ്റെയോ ഏതെങ്കിലും വിശുദ്ധന്മാരുടെയോ പടവോ പ്രതിമയൊക്കെ ഉണ്ടാക്കി അതിനു മുന്നിൽ തിരികെത്തിക്കാനും അതിനു മുമ്പിൽ പ്രാർത്ഥിക്കാനൊക്കെ തയ്യാറാകുന്നത്. കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പ്രതിമയിലല്ലല്ലോ എന്നെ കാണേണ്ടത്, ഞാൻ ആത്മാവല്ലേ. യേശു പറയുന്ന ഒരൊറ്റ കാര്യമാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമല്ലേ. ഞാൻ 2-3 പേരുടെ നടുവിൽ നിങ്ങളുടെ മധ്യ കടന്നു വരുന്ന ദൈവമല്ലേ. ഏതെങ്കിലും ഫോട്ടോയിലൂടെയാണോ വരുന്നത്? നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഏതെങ്കിലും പ്രതിമയിലൂടെയാണോ വരുന്നത്? നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവവചനപ്രകാരം നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കരുത്, ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ ആരാധിക്കരുത്. കാരണം ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവ്. അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. വിശുദ്ധന്മാരെ ആരാധിക്കാനുള്ളവരല്ല. ഹെബ്രായ ലേഖനത്തിൽ പറയുന്നു, സകല വിശുദ്ധന്മാർക്കും സാക്ഷിയാക്കിക്കൊണ്ടാണ് കർത്താവായ യേശു. അവൻ ദൈവമായിരുന്നിട്ട് അവൻ നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത കർത്താവാണ്. വിശ്വാസത്തിന്റെ നാഥനും പൂർത്തിവരുത്തിയവനുമായ നമ്മുടെ കർത്താവാണ് നമ്മുടെ കർത്താവ്. കണ്ടോ, ഇത്ര സാക്ഷികൾ, ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മുറുകെ പറ്റുന്ന ഭാവം. സാക്ഷികൾ ഇത്ര വലിയ സമൂഹമുണ്ട്, അത് വിശുദ്ധന്മാരാണ്. അവരെ ആരെങ്കിലും ആരാധിക്കാൻ കർത്താവ് യേശു പറയുന്നുണ്ടോ? ഇല്ല. ആരെ ആരാധിക്കണം? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കണം. അതാരാ? നമ്മുടെ ദൈവമായ കർത്താവ്. യേശു പറയാണ്, ഞാൻ മുഖാന്തരമേ സകലതും സൃഷ്ടിച്ചത്, എന്നെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അന്നേരം സൃഷ്ടാവായ ദൈവത്തെ നമ്മൾ ആരാധിക്കണമെന്ന കർത്താവ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുക, സ്ലീഹന്മാരെ ആരാധിക്കരുത്, വിശുദ്ധ ശ്രേഷ്ഠന്മാരെ ആരെ ആരാധിക്കരുത്. അവർ വിശ്വാസികളുടെ വലിയ സമൂഹമാണ്. ദൂതന്മാരെ ആരാധിക്കരുത്. ആരാധന ദൈവത്തിന് മാത്രമേ ഉള്ളതാ. റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ജനം പാപം ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം, എന്നെ ആരാധിക്കുന്നതിന് പകരം എന്റെ രൂപവും പ്രതിമയും അതിൻ്റെ മുമ്പിൽ വണങ്ങുകയും സ്വരൂപങ്ങൾ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നത്. ശരിക്കും നമുക്കറിയാം, ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ നബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കി വെച്ച ബിംബം പോലെയാ ഇന്ന് മനുഷ്യർ ഓരോ ബിംബത്തെയും ഉണ്ടാക്കി ആരാധിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മളിൽ വസിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനം പറയുന്നത്, നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. ദൈവം എവിടെ വസിക്കുന്നു? ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്റെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. അത് ഹിന്ദുവെന്നോ മുസ്ലിമാനെന്നോ അത് ജൈന മതക്കാരനെന്നോ ബുദ്ധമതക്കാരനെന്നോ ക്രിസ്തു മതക്കാരനെന്നോ ഒരു മതക്കാരനെന്നോ വ്യത്യാസമില്ല. ക്രിസ്തു എല്ലാവരുടെയും അകത്ത് വസിക്കുന്ന ദൈവമാണ്. കർത്താവ് നമ്മുടെ അകത്താണ് വസിക്കുന്നത്. ആലയം നമ്മുടെ അകത്തായിരിക്കണം. ഇത് വിശുദ്ധിയോടെ കാക്കണം. ഇത് മറ്റുള്ളവർക്ക് പാപം ചെയ്യാനോ വിഗ്രഹത്തെ ആരാധിക്കാനോ ഉള്ള ഒരു ശരീരമല്ല. ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള ഈ ശരീരം കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവേ, നീ ഒരു പ്രഭാതം തന്നെങ്കിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. നിന്റെ ശക്തിയും കൃപയും ഞങ്ങളുടെ എല്ലാവരുടെ മേലും അങ്ങ് അയക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.